എന്റെ വീടാണിത്, എന്റെ അമ്മയാണിത് ഇരിക്കുന്നത്. അപ്പോ എന്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ നേരത്തെ വർക്ക് ചെയ്തോണ്ടിരുന്ന മുതലാളി എന്നെ ജോലി നിന്ന്, അതായത് സെയിൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് എന്നെ ജോലി നിന്ന് പറഞ്ഞു വിട്ടു. എന്റെ വീട്ടിൽ വന്ന് അകത്ത് കയറിയിരുന്നാണ് പുള്ളി എന്നെ പറഞ്ഞു വിട്ടത്. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ അന്തസ്സായിട്ട് പറയുന്നുണ്ട്, ഇന്ന് ഞാൻ 4 പേർക്ക് ഞാൻ ജോലി കൊടുക്കുന്നു എന്റെ കമ്പനിയിൽ. ആ സമയത്ത് ഞാൻ എന്റെ അമ്മേനോട് പറഞ്ഞു, അമ്മ എനിക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് തുടങ്ങിയേ പറ്റുള്ളൂ, ഞാൻ ആകെ തകർന്നു പോയി. അന്ന് അമ്മേനോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ ഞാൻ ലാപ്ടോപ്പിന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ അമ്മേനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോക്കോ, നിനക്ക് പുറകിലേക്ക് നോക്കേണ്ട കാര്യമില്ല, നിന്റെ മുകളിലേക്കും ആരെ നീ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല, നിനക്ക് എന്താണോ തോന്നുന്നത് നീ അത് ചെയ്തോളാന്ന് പറഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ലാപ്ടോപ്പ് അടിച്ചു പൊട്ടിക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം ഒരു 30 ലക്ഷത്തിന് പറ്റിയ ആൾക്കാർ കണ്ടു. അതിൽ 1 ലക്ഷം ആൾക്കാർ എന്നെ ചീത്ത വിളിച്ചിട്ടുണ്ടാവും. ബാക്കി 29 ലക്ഷം ആൾക്കാരും എന്റെ വീഡിയോ കണ്ടിട്ട് എനിക്ക് കിട്ടിയത് 360ഓളം സർവീസ്, അതായത് ലാപ്ടോപ്പ് ശരിയാക്കി ഞാൻ കേരളത്തിലെ പല ഭാഗങ്ങളിലായിട്ട് ഞാൻ കൊടുത്തു. എന്റെ അമ്മ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ നീ അത് ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം, സാധാരണ അതായത് എഡ്യൂക്കേഷൻ പർപ്പസിന് അവർക്ക് വളരെ വിലക്കുറവിലേക്ക് ലാപ്ടോപ്പ് എത്തിക്കാൻ എന്റെ അമ്മ എന്നോട് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഞാൻ ഇന്ന് ഏറ്റവും, നിങ്ങൾക്കറിയാം 8800 രൂപ എന്നുള്ള 500 രൂപ എന്നുള്ള റേറ്റിലാണ് ഞാൻ ലാപ്ടോപ്പ് എല്ലാ ആൾക്കാരിലേക്കും എത്തിക്കുന്നത്. വേറെ സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ എന്നെ ഒന്ന് സഹായിക്കുന്നോ എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. ഞാൻ നാളെ വേണമെങ്കിൽ ഞാൻ റോഡിൽ ഇരുന്ന് വേണം പാവിരിച്ചിട്ട് ലാപ്ടോപ്പ് വെക്കും. എന്റെ ബിസിനസിന് വേണ്ടിയിട്ട് ഞാനാണ് ചെയ്യുന്നത്. അപ്പൊ വേറെ എനിക്ക് ആരും ചെയ്തു തരില്ല. അപ്പൊ